ഹായ്, സൂരജ് ടോംസ് സംവിധാനം ചെയ്ത സിനിമ വിശേഷം. ഇത് തിയേറ്ററിൽ കാണാൻ വേണ്ടി പറ്റില്ല, OTT റിലീസിന് ശേഷമാണ് ഇത് കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ വളരെ ഫീൽ ഗുഡായിട്ട് കാണാൻ വേണ്ടി പറ്റിയ ഒരു കുഞ്ഞി പടമാണിത്. പക്ഷേ പല സ്ഥലത്തും ഇത് നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട്. പക്ഷേ ചില സ്ഥലത്തൊക്കെ വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ സിനിമയിലെ ഹീറോ തന്നെയാണ് ഇതിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, മ്യൂസിക് ചെയ്തിട്ടുള്ളത് ആനന്ദ് മധുസൂദനൻ. ഇതേ കൂടാതെ ചിന്നു ചാന്ദിനി, ദിലീഷ് പോത്തൻ, പിന്നെ അൽത്താഫ്, വിനീത് തട്ടിൽ, ഇങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട്. ചിന്നു ചാന്ദിനിയുടെ പെർഫോമൻസ് നല്ല അടിപൊളിയായിരുന്നു. അൽത്താഫിൻ്റെ തമാശയും കാര്യങ്ങളൊക്കെ മിക്കവാറും എല്ലാ സാധനങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. അൽത്താഫിൻ്റെ കോമഡി സാധനങ്ങളൊക്കെ മിക്ക സിനിമകളിലും ഒരു 80% ഒക്കെ വർക്കാവാറുള്ളൂ. ബാക്കി 20% എനിക്ക് പേഴ്സണലി അങ്ങനെ വർക്കാവാറില്ല. പക്ഷേ ഈ പടത്തിൽ അദ്ദേഹം പറഞ്ഞ കൗണ്ടറും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിരുന്നു, നല്ല ടൈമിംഗ് ആയിരുന്നു. ഇനി ആനന്ദ് മധുസൂദനൻ്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. ഇമോഷൻസ് കൺവേ ചെയ്യുന്നത്, അതുപോലെ തന്നെ ചില എക്സ്പ്രഷൻസ് ഒക്കെ ഓക്കെ ആയിരുന്നു. ബാക്കി ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് വല്ലാണ്ട് എക്സാജറേറ്റ് ചെയ്ത പോലെ നമുക്ക് തോന്നും. ചിന്നു ചാന്ദിനി അറിയാലോ, കാതലിലൊക്കെ വക്കീലായിട്ട് അഭിനയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റ് സൂപ്പറായിരുന്നു. അവരുടെ സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ അടിപൊളിയായിരിക്കും. അവരുടെ ആ ഒരു ക്യാരക്ടറൈസേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഒരു പോലീസുകാരുടെ റോളാണ് വരുന്നത്. അപ്പോൾ ഈ കഥ പറയുന്നത് ഒരു 32+ ആയിട്ടുള്ള ആൾക്കാരുടെ, അതായത് പ്രത്യേകിച്ച് ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് മാരേജിനോ അല്ലെങ്കിൽ അങ്ങനെ രണ്ടാമത്തെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള ഒരു കഥയിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അത് ഈ പ്രഗ്നൻസി, അതുപോലെ തന്നെ നാട്ടുകാരുടെ ചോദ്യം ഉണ്ടാവുമല്ലോ, കല്യാണം കഴിഞ്ഞ അവിടെ വിശേഷമൊന്നുമായില്ലേ, അതാണ് ഈ വിശേഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം ചോദ്യങ്ങൾ, പിന്നെ ആരോഗ്യപരമായിട്ടുള്ള ആളുകളുടെ പ്രശ്നം, ഈ പ്രഗ്നൻ്റ് ആവാനുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളും, പിന്നെ ഈ ആർട്ടിഫിഷ്യലായിട്ട് പ്രഗ്നൻസി ഉണ്ടാക്കുന്ന ചില ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു ഭാഗം, ഇങ്ങനെ പല ബ്രാഞ്ചസ് ആയിട്ട് സ്റ്റോറി പോകുന്നുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി നമുക്ക് സിനിമ കാണുന്ന സമയത്ത് മനസ്സിലാക്കും ഇത് എവിടെയാണ് എൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളൊരു ഏകദേശ ഐഡിയ തന്നിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ എക്സൈറ്റ് ചെയ്യിക്കുന്ന മൂമെൻറ്റോ അല്ലെങ്കിൽ ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ഫ്ലാറ്റ് ആയിട്ട് പോകുന്നൊരു കഥയാണ്. ചില സ്ഥലത്ത് തമാശകളൊക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ഇമോഷൻസ് ചില സ്ഥലത്തൊക്കെ വർക്കായിട്ടുണ്ട്. ബാക്കിയെല്ലാം വളരെ ഫ്ലാറ്റ് ആയിരുന്നു. സിനിമയുടെ മ്യൂസിക്, അതായത് ടോണും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. പക്ഷെ ലിറിക്സ് ഒന്നും അത്ര ഇമ്പ്രസീവായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ചിന്നു ചാന്ദിൻ്റെ പെർഫോമൻസ്, അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ്റെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റോളും കാര്യങ്ങളും അടിപൊളിയായിരുന്നു കേട്ടോ. അത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അത് ദിലീഷ് പോത്തനായിരിക്കും എന്നുള്ളത്. ആ റോള് സൂപ്പറായിരുന്നു. അൽത്താഫിൻ്റെ തമാശകളും അത്യാവശ്യം വർക്കായിട്ടുണ്ട്. കണ്ടിരിക്കാം. എന്റർടൈനർ ആണ്, പക്ഷെ ഒരു വലിയ സംഭവം ഒന്നും പ്രതീക്ഷിക്കരുത്. പക്ഷെ ബോറടിപ്പിക്കില്ല പടം, ബോറടിപ്പിക്കാതെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള സീനും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ എൻഡ് നമുക്ക് ഏകദേശം പ്രിഡിക്റ്റബിൾ ആയിരുന്നു. സോ കണ്ടു നോക്കുക. വിശേഷം.